ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരച്ചുള്ള ഒരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ രാവിലെ. അതിനായി നമ്മൾ തേങ്ങ, പെരുംജീരകം, മല്ലി, കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വറുത്തെടുത്തു. അതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ചൂടാക്കിയെടുത്തു. പിന്നെ നമുക്കിതിനാവശ്യമായ ഇഞ്ചി, പച്ചമുളക്, സവോള ഇവ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ലേശം ഉപ്പും ചേർത്ത് അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും. സ്റ്റൗവ് സിമ്മിലാക്കി വേണം വെക്കാൻ. ഈ സമയം നമുക്ക് വറുത്തെടുത്ത തേങ്ങയൊന്ന് അരച്ചെടുക്കാം. വഴന്നു വന്ന സവോളയിലേക്ക് നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റാനുണ്ട്. തക്കാളി നന്നായിട്ട് വഴന്നു വരുമ്പം അതിലേക്ക് നമുക്ക് അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വറുത്തരച്ച മുട്ടച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മുട്ട പുഴുങ്ങി നമുക്ക് ഇതിലേക്കിടാം. അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മുട്ട പുഴുങ്ങിയതും കിഴങ്ങും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മുട്ട പുഴുങ്ങാനിട്ടപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കിഴങ്ങും കൂടി ഇട്ടിരുന്നു. അതും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അങ്ങനെ തേങ്ങ വറുത്തരച്ച നമ്മുടെ ചാറോട് കൂടിയ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞെടുത്ത ലേശം മല്ലിയില കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായി നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുത്ത ഗോതമ്പ് പൊടിയാണ്. ഇതിലേക്ക് നമ്മൾ ഉപ്പും ചെറു ചൂടുവെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ലേശം നെയ്യ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ. കുഴച്ചെടുത്ത മാവെല്ലാം നമ്മൾ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് പരത്തിയെടുക്കാം. നമ്മളിവിടെ ചപ്പാത്തിയുടെ പലകയിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. നല്ല നൈസായിട്ട് നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാം. മാവ് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ലേശം നെയ്യോ ഓയിലോ ചേർത്താൽ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മാവെല്ലാം നമ്മളിവിടെ പരത്തി നമുക്കിനി ഓരോന്നായി ചുട്ടെടുക്കാം. വെന്ത് വന്ന ചപ്പാത്തിയിലേക്ക് നമുക്ക് നെയ്യോ ലേശം ഓയിലോ പുരട്ടി എടുക്കാവുന്നതാണ്. നമ്മൾ ചപ്പാത്തി പാനിലിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം അത് തിരിച്ചിട്ട് അതിൻ്റെ മറുവശവും ഒന്ന് വാടി വരുമ്പം നമുക്കിതുപോലെ പാത്രത്തിൽ നിന്നെടുത്ത് നേരിട്ട് സ്റ്റൗവിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്താൽ നന്നായിട്ട് പൊള്ളി വരും. ഒരു കുമിളയായിട്ട് നമുക്കിത് പൊങ്ങി വരുന്നത് കാണാം. നമ്മുടെ ചപ്പാത്തിയെല്ലാം നമുക്കിതേപോലെ ചുട്ടെടുക്കാം. നന്നായിട്ട് പൊള്ളി വരുന്ന ചപ്പാത്തി പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്തു മാറ്റണം. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ. ഇനി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് പൊങ്ങി വരുമ്പം കരിയാതെ പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്തു മാറ്റണം. പൊള്ളി വന്ന ചപ്പാത്തി ഒരു പാത്രത്തിലേക്ക് മാറ്റി ലേശം നെയ്യും തടവി നമുക്ക് എടുക്കാം. ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുന്ന ചപ്പാത്തി രാവിലെ ഉണ്ടാക്കി വെച്ചത് നമ്മൾ വൈകിട്ടെടുത്താലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളും റെസിപ്പികളുമായി കാണാമെന്ന പ്രതീക്ഷയോടെ